കലാമോഹൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാനുള്ള വീഡിയോ എന്ന് വെച്ചാൽ, വീഡിയോയ്ക്കകത്ത് എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കൗൺസിലിങ്ങിനെ പറ്റി തന്നെയാണ്. കാരണം കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത എത്ര പേര് നോട്ട് ചെയ്തിട്ടെന്ന് അറിയില്ല. കൗൺസിലിങ്ങിനായിട്ടെത്തിയ ഒരു പെൺകുട്ടിയെ സൈക്കോളജിസ്റ്റായിട്ടുള്ള ഒരു പുരുഷൻ പീഡിപ്പിച്ചു. ഇതായിരുന്നു വാർത്ത. അപ്പോൾ നമ്മളുടെ ഒരു വാർത്താ പ്രാമുഖ്യം എന്ന് പറയുന്നത്, ഒരു വാർത്ത വരും, അത് കുറേ ഡിസ്കസ് ചെയ്യും, അടുത്ത ദിവസം അതിലും കുറച്ചും കൂടെ റീച്ചുള്ളൊരു വാർത്ത വരുമ്പോൾ ഇതങ്ങ് മുങ്ങിപ്പോവും. അപ്പം ആ ദിവസങ്ങളിൽ എനിക്ക് ആക്ച്വലി ഇത് ഇടണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, എപ്പോഴായാലും പ്രാധാന്യമുള്ളൊരു വിഷയമാണല്ലോ. അപ്പം കൗൺസിലിംഗ് എന്താണ് എന്നുള്ളൊരു കാര്യം പലർക്കും അറിയില്ല. അത് പ്രധാനമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ കൗൺസിലറായിട്ട് ഒരു പ്രൊഫഷണൽ കോളേജസ്, ആർട്സ് കോളേജസ്, CBSE സ്കൂൾസ്, അല്ലാതെ ഗവൺമെൻറ് സ്കൂൾസ്, ഇവിടെ എല്ലാം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ് കൗൺസിലിംഗ് എന്താണ് എന്ന്. നല്ല PhDയും ഉയർന്ന വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള വലിയ പദവിയിലിരിക്കുന്നവർക്ക് പോലും അറിയില്ല. കാരണം ചില കേസ് വരുമ്പോൾ ഈ കൗൺസിലിങ്ങിൻ്റെ നമ്മളുടെ ട്രെയിനിങ് സമയത്ത് പോലും സൈക്കാട്രിസ്റ്റ് ആദ്യം നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം, ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണല്ലോ, അപ്പം ഞാൻ ട്രെയിനിങ് എടുത്ത സൈക്കാട്രിസ്റ്റുകൾ രണ്ടുപേരും, ഓസ്കാർ സാറും രാമനാഥൻ സാറും, രണ്ടുപേരും പറഞ്ഞ് ആദ്യം പഠിപ്പിച്ചൊരു കാര്യമാണ്, ഇൻസൈറ്റ് ഇല്ലാത്തൊരു വ്യക്തിക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല. അതേപോലെ സൈക്കോട്ടിക് സിംറ്റംസ് ഇത്ര ഉണ്ടെങ്കിൽ, 1-2 ആഴ്ചകളായിട്ട് ഉറക്കമില്ലെങ്കിൽ, മരുന്നെടുത്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അത് നിർത്തി പഴയതിലും വേസ്റ്റായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നുവെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങിനായിട്ട് ഇരുത്തി ഒരു വ്യക്തിയെ പരീക്ഷിക്കരുത്, ഒരു മനുഷ്യജീവനെ പരീക്ഷിക്കരുത്. അപ്പം കോവിഡ് കഴിഞ്ഞ സമയത്ത്, ശരിക്കും കോവിഡിൻ്റെ ആ ടൈമിലുമൊക്കെ എല്ലാവരും നമ്മൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ കോവിഡ്. അപ്പം മെഡിസിൻസ് എടുത്തുകൊണ്ടിരുന്നവർ പലരും മുടങ്ങി. അതേപോലെ തന്നെ ആദ്യമായിട്ട് ഈ ഒരു മെൻ്റൽ ഇൽനെസ്സിൻ്റെ ഒരു അവസ്ഥയിലോട്ട് വന്നവരുണ്ട്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ചിലർ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറൊക്കെ വന്നപ്പോൾ ഇനിയിപ്പം അവനിപ്പോൾ ഓക്കെ ആയി, ശരി മെഡിസിൻ എടുക്കണ്ട എന്ന് പറഞ്ഞ് പേരൻസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. കോളേജിൽ വന്നിട്ട് ഇവർ ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവരുടെ ബാക്ക് ഹിസ്റ്ററി അറിയാത്ത അധ്യാപകർക്ക് ഇതിനെ പറ്റിയിട്ട് എന്താ കുരുത്തക്കേടെന്നേ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോഴായിരിക്കും പാരൻസ് വന്നിട്ട് പറയുന്നത്, എന്ത് ഇവനിങ്ങനെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നിയപ്പോൾ ഞങ്ങളങ്ങ് നിർത്തി എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇൻസിഡൻസ് വന്നപ്പോഴുമൊക്കെ ചില കേസിൽ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളിൽ സൈക്കാട്രിസ്റ്റിനെ റെഫർ ചെയ്യണം എന്ന് തുടരെ പറഞ്ഞു. നമ്മൾ അല്ല ചെയ്യേണ്ടത്, പേരൻസിൻ്റെ അടുത്ത് ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, കൺസേൺ ആയിട്ടുള്ള അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പറയണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഒരു വിധത്തിൽ വേണമെങ്കിൽ എനിക്കതൊരു അഭിമാനമായിട്ട് എടുക്കാം. പക്ഷെ അതിൽ അഭിമാനമല്ല, അത് ഞാൻ എൻ്റെ ജോലിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെറുകേടാണ്. എല്ലാ കേസും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ കലയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ പറ്റിയിട്ടേ ഗ്രാഹ്യമുള്ളൂ. മറ്റൊരു സബ്ജക്റ്റിനെ പറ്റിയിട്ട്, അവനവൻ്റെ സബ്ജക്റ്റിൽ PhD ഉണ്ടെങ്കിലും മറ്റൊരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അതിൻ്റെ വ്യത്യാസങ്ങളെക്കുറിച്ച്. പിന്നെ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൗൺസിലിങ്ങിൽ നിന്നപ്പോൾ CBSE സ്കൂൾസിൽ പോകുമ്പോൾ, കോളേജസിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ല. അധികം CBSE സ്കൂൾസിലൊക്കെ വെച്ചിട്ട് ഇവർ
എക്സാം ടൈമിൽ സൂപ്പർവിഷനായിട്ട് ടീച്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ എന്നെയും കൂടെ അതിനകത്തിലിട്ടു. അപ്പോൾ അവിടെ അത് പറ്റില്ല എന്ന് ശക്തമായിട്ട് ഇപ്പോഴായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ പറ്റില്ല എന്ന്. കാരണം നമ്മളുടേത് ഇപ്പോൾ സൈക്കോളജി അധ്യാപികയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ചെന്ന് സൈക്കോളജി പഠിപ്പിക്കാം. ക്ലാസ്സിൽ ബഹളം വയ്ക്കുന്ന കുട്ടികളുടെ അടുത്ത് ചിലപ്പോൾ നമുക്ക് എന്താ എന്നൊക്കെ ചോദിച്ച് നമുക്ക് അവരെ അടക്കി ഇരുത്തുകയൊക്കെ ചെയ്യാം. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അത് എൻ്റയർലി ഡിഫറെൻ്റ് ഒരു ഏരിയ ആണ്. നമ്മൾ റാപ്പോ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അതിൻ്റെ മുഖ്യമായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് പോലും. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ ടൈമിലൊക്കെ, ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ വർക്ക് ചെയ്തിടത്തൊക്കെ ഞാൻ മാത്രമായിരുന്നു. പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും എല്ലായിടത്തും ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എൻ്റെ ഭയങ്കര ഫ്രണ്ട്ലി ഫേസായിരിക്കും അവർ എപ്പോഴും കാണുന്നത്. ഞാനും അതെ, അവരുടെ അടുത്ത് ഭയങ്കര കൂട്ടായിട്ടായിരിക്കും നിൽക്കുന്നത്. എന്നിട്ട് ഒരു സൂപ്പർവിഷനായിട്ട് ചെല്ലുമ്പോൾ, എക്സാം സൂപ്പർവിഷൻ, അത് മെയിനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞാൽ അവരുടെ ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ കോപ്പി തുണ്ടൊക്കെ കാണും, അത് പിടിക്കണം എന്നുള്ളതാണ്. അപ്പം എന്നെ കാണുമ്പോൾ ഇവരുടെ മുഖത്തും ഒരു ഹാപ്പിനെസ്, ഞാനും അവരുമായിട്ട് ഫ്രണ്ട്ലിയാണ്. ഇവരുടെ അടുത്ത് ആ ഒരൊറ്റ ദിവസത്തേക്ക്, ആ കുറച്ച് നിമിഷത്തേക്ക് ഞാൻ കാണിക്കുന്ന വേറൊരു മുഖം ചിലപ്പോൾ പിന്നീട് അവർ ഒരു പ്രശ്നവും പറയാൻ എൻ്റെ അടുത്ത് വരണമെന്നില്ല. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ കയറുന്ന ക്ലാസ്സിൽ നിന്ന് ഞാൻ നിൽക്കുന്ന ടൈമിൽ ഒരു തുണ്ടും ഒരു കുട്ടിയുടെ അടുത്തുനിന്നും പിടിക്കാൻ എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് വന്ന ടീച്ചർ, ഞാൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 1 hour കഴിഞ്ഞ് അടുത്ത ടീച്ചർ വന്നപ്പോൾ അവർ കുറേ തുണ്ട് കളക്ട് ചെയ്തു. അപ്പോൾ അതെൻ്റെ പേരിലൊരു കുറ്റമായിട്ട് പറഞ്ഞു. അപ്പോഴും എനിക്ക് സത്യത്തിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടുന്നില്ല. നമ്മൾ സൈക്കോളജി അധ്യാപകരുള്ള കോളേജുണ്ട് അല്ലേ, സൈക്കോളജി സബ്ജക്റ്റ് ഉള്ള കോളേജസ് ഉണ്ട്. അവിടെ ആണെങ്കിലും കൗൺസിലിങ്ങിനായിട്ട് സൈക്കോളജി അധ്യാപകരടുത്തോട്ട് പോകരുത് എന്നാണ് എൻ്റെ ഒരു പരിചയത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. അതിനൊരു കൗൺസിലർ തന്നെ വേണം. കാരണം അധ്യാപകരുടെ ഒരു രീതിയും സ്റ്റുഡൻസ് കൗൺസിലറുടെ രീതിയും തമ്മിൽ രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരാൾ ചെയ്യുമ്പോൾ സൈക്കോളജി വിഷയമാണെന്നുള്ളത് കൊണ്ട് കൗൺസിലിങ്ങിലുള്ള ഒരു പ്രാഗൽഭ്യം, അല്ലെങ്കിൽ അത് വേറൊരു മേഖലയാണ്, അത്ര എളുപ്പമാണെന്നില്ല. ഓക്കെ, ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം ഞാനത് ഫേസ് ചെയ്തുകൊണ്ട്, കാരണം കുറച്ച് നിമിഷത്തേക്കെങ്കിലും ഒരു അധ്യാപികയുടെ റോളിൽ നിൽക്കുമ്പോൾ കുട്ടികൾക്കും എനിക്കും ഇടയിൽ ആകെ കൺഫ്യൂഷനാണ്. കാരണം എനിക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഇവരുടെ അടുത്ത് ഹാർഷായിട്ട് പെരുമാറാൻ പറ്റത്തില്ല. ഇവർ മാൽ പ്രാക്ടീസ് ചെയ്യുന്നോ ഇല്ലയെന്ന് ഞാൻ അതുമായിട്ട് യൂസ്ഡ് അല്ല. ഞാൻ അവരെ സാന്ത്വനിപ്പിക്കാൻ, എന്നെ ആ ഒരു പോസ്റ്റിൽ നിൽക്കാനാണ് ഞാൻ ട്രെയിൻഡ് ആയിരിക്കുന്നത്. പിന്നെ അതുപോലെ വേറൊരു കാര്യം, ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൗൺസിലിംഗ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇതിപ്പോൾ എല്ലാ സ്കൂൾസിലും കോളേജസിലും കൗൺസിലേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു കാര്യം, സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിലും ഒരു കൗൺസിലർ ആ ക്യാമ്പസിൽ സൈക്കോളജി പഠിപ്പിക്കാതെ ഒരു കൗൺസിലർ അവിടെ വേണം. അത് മസ്റ്റാണ്. സൈക്കോളജി അധ്യാപകരെടുത്ത് അധ്യാപകരുണ്ടല്ലോ, ഇനിയിപ്പോൾ കൗൺസിലേഴ്സിൻ്റെ ആവശ്യമില്ല, അങ്ങനെയല്ല. അധ്യാപകർ എപ്പോഴും അധ്യാപകരെ ആവുന്നുള്ളൂ. അത് വേറൊരു തലമാണ്. ഓക്കെ, അപ്പം അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൗൺസിലിങ്ങിൻ്റെ ഒരു രീതി. ഇനി പാരൻസ് നമ്മുടെ അടുത്ത് കുട്ടികളെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ 2 തരമുണ്ട് പാരൻസ്. ചില പാരൻസ് വരുന്നത് നമുക്ക് കൊട്ടേഷൻ തരാനാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും, എന്നിട്ട് അത് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഇതാണ്, അതിനപ്പുറവും വേണ്ട ഇപ്പുറവും വേണ്ട. എല്ലാം എനിക്കറിയാം, അവനെ പറ്റി അല്ലെങ്കിൽ അവളെ പറ്റിയൊക്കെ എനിക്കറിയാം. പക്ഷേ ഞങ്ങൾ പറയുന്നതിനേക്കാളും മാഡം പറയുമ്പോഴായിരിക്കുമല്ലോ കുറച്ചും കൂടെ ഒരു ഇത്, അതൊന്നും പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇപ്പം സൈക്യാട്രിസ്റ്റിനാണെങ്കിലും
അവരൊക്കെ സീനിയർ സൈക്കാട്രിസ്റ്റിനൊക്കെ ഒരാൾ കടന്നു വരുമ്പോഴേ അവരുടെ അടുത്ത് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മെഡിസിൻ എഴുതാനുള്ളത് അവരത്രയും എന്താ പറയുക, അത്രമാത്രം മിടുക്കമുള്ളവരാണ്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഞാനത് പാസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നാലേ എനിക്ക് അവരുടെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല സമയമെടുക്കും. അപ്പം അതിനകത്തിൽ ചിലപ്പോൾ പെട്ടെന്നൊരു റാപ്പോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കുട്ടികൾ ഉണ്ടാക്കണമെന്നില്ല. അത് നമ്മൾ അതിനവർക്ക് ടൈം കൊടുക്കേണ്ടി വരും. കാരണം ഇവർക്കൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. പാരൻസിനോട് പറയാത്ത ചില കാര്യങ്ങൾ കാണും. പാരൻസ് പറയുന്നത് എന്താ, എന്നോട് പറയാത്ത കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ചില കാര്യം എനിക്ക് പറയാൻ പറ്റാത്തത് നിങ്ങൾ പറയണം. ഇത്രയും കൊട്ടേഷൻ പോലും ഇങ്ങനെ തന്നിരിക്കുമായിരിക്കും. അപ്പം ഇവർ പറഞ്ഞു വരുമ്പോൾ പാരൻ്റ് പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. അപ്പം ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, സൈക്കാട്രിക് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അതൊരു ദിവസം രാവിലെ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്ക് ഭയങ്കര ക്ഷീണം വരുക, എനിക്ക് ഭയങ്കര ഡ്രൗസിനെസ്, ഇന്നൊരു ദിവസം കൂടെ എൻ്റെ അടുത്ത് എന്നെ ക്ലാസ്സിൽ വിടണ്ടെന്ന് മാം ഒന്ന് പറയുമോ, എനിക്ക് ഇന്ന് ഓരോ ദിവസം കൂടി പോകണ്ടെന്നൊന്ന് പറയൂ. അപ്പം ഞാൻ എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു, ഇന്നൊരു ദിവസം ഒരു ആൾക്ക് വയ്യ എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി ഡിപ്രഷന് മെഡിസിൻ എടുക്കുന്ന ഒരു കുട്ടി, അതിന് വയ്യ എന്ന് പറഞ്ഞാൽ അത് വയ്യ തന്നെയാണ്. അതിന് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അപ്പം അമ്മയുടെ വേർഷൻ എന്നെക്കാളും കൂടുതൽ എൻ്റെ മോളെ മാമിന് അറിയത്തില്ലല്ലോ. ഇതൊക്കെ അവളുടെ നമ്പറാണ്, അടവാണ്. ഇപ്പം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഉച്ച വരെ അവൾ തുള്ളിച്ചാടി നടന്നതാണ്, അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. മാഡത്തിനെ അവൾ കുപ്പിയിലാക്കി. പിന്നെ നമുക്കൊന്നും പറയാനില്ല, കാരണം കുട്ടി അവരുടേതാണ്. ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യാനേ പറ്റും. പിന്നെ വേറെ ചിലരുണ്ട്, അവരാണ് അപകടത്തിൽ പോയി ചാടുന്നത്. ഇതിപ്പം എൻ്റെ മകളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് പറഞ്ഞാലും ഓക്കെ, നമുക്ക് വേറെ ആരുടെടുത്തെങ്കിലും കൊണ്ടുവയ്ക്കോ, അത്രയേ ഉള്ളൂ. നമുക്ക് ആ നിമിഷത്തെ ഒരു പെയിൻ അല്ലാതെ ഇതും ചുമന്നുകൊണ്ട് ഒരു പ്രൊഫഷണൽ നിൽക്കുന്നില്ല. ചില ആളുകൾക്ക് നമ്മളെ പറ്റില്ല, ചില കേസ് ഞാൻ തന്നെ മടക്കാറുണ്ട്. അപ്പം അങ്ങനെയാണല്ലോ. പക്ഷേ വേറൊരു കൂട്ടരുണ്ട്, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്നിട്ട് സംസാരിച്ചിറങ്ങുമ്പം പറയും, മാഡത്തിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ, എന്ത് ആവശ്യമുണ്ടെങ്കിലും നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇനി എന്നോട് പറയണ്ട, മാഡത്തിനോട് പറഞ്ഞാൽ മതി. എല്ലാ ദിവസവും ഇത്ര ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഞാൻ പറയും അത് പറ്റില്ല. കാരണം ഇതൊരു പ്രൊഫഷണൽ സെഷനാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ ഏറ്റെടുത്ത ഒരു കേസാണിത്. ഒരു പ്രൊഫഷണൽ സെഷൻ മാത്രമാണ്. അങ്ങനെ എൻ്റെ അടുത്ത് വിട്ടിട്ട് നിങ്ങളെവിടെയെങ്കിലും പോകുന്ന സമയങ്ങളിൽ എന്നെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ബേബി സിറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു മനോഭാവത്തിൽ 19-20 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ 14-15 വയസ്സുള്ളൊരു കുട്ടി എന്നെ ഏൽപ്പിച്ചിട്ട് പോകൽ, ആ പരിപാടി നടക്കില്ല. കാരണം അത് അൺഎത്തിക്കലാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം ഈ കേസിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിനകത്തുനിന്ന് ആ ഒരു കേസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, വർഷങ്ങളായിട്ട് കുട്ടി ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അയാളെ പൂർണ്ണമായും ഏൽപ്പിച്ചിരിക്കുകയാണ് കുട്ടിയുടെ ഒരു സംരക്ഷണം, ഇമോഷണൽ പ്രൊട്ടക്ഷൻ. വേറൊരു കേസും സെയിം ഞാൻ കണ്ടതിൽ ആ കുട്ടിയെ പുള്ളി യാത്രയ്ക്കൊക്കെ കൊണ്ടുപോവാണ്, ഒരു റീഹാബിലിറ്റേഷൻ എന്ന പോലെ യാത്രയ്ക്കൊക്കെ കൊണ്ടുപോവാണ് പാരൻസിൻ്റെ അനുവാദത്തോടു കൂടി. വേറൊരു കേസ് ഞാൻ കേട്ടതാണ്. അപ്പം ആ യാത്രക്കിടയിൽ പുള്ളി ഈ കുട്ടീനെ മിസ്യൂസ് ചെയ്യുകയാണ്. നിങ്ങളങ്ങനെ ഏൽപ്പിക്കരുത്. അതിപ്പോൾ ആൺ സൈക്കോളജിസ്റ്റായാണ്, സ്ത്രീകളുടെ അടുത്താണെങ്കിലും നിങ്ങളങ്ങനെ നിങ്ങളുടെ കുട്ടികളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കരുത്. ഇപ്പം ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ, സൈക്കോളജിസ്റ്റിനെ കാണാൻ വരുന്നത് ഒരു സ്റ്റിഗ്മയുണ്ട്. ഞാൻ ക്യാമ്പസുകളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയെ ഞാൻ എപ്പോഴും ഓർക്കും, അവളിങ്ങനെ പമ്മി വന്ന് അകത്തോട്ട് കയറിയിട്ട് കർട്ടൻ ഇങ്ങനെ വലിച്ചങ്ങിടും. എന്നിട്ട് അകത്തോട്ട് കയറുന്ന ആരും അവൾ വന്നാൽ കണ്ടില്ലല്ലോ,
എന്നിട്ട് പുറത്തിറങ്ങാൻ നേരത്തും 2 വർഷം ഇങ്ങനെ നോക്കിയിട്ട് ഒറ്റ ഒറ്റ ഒരു ഓട്ടമാണ്. ആ ലാസ്റ്റ് ഡേ വരെ അവൾ എന്നെ കാണാൻ വന്നത് അത്രയ്ക്കും സ്വകാര്യമായിട്ടാണ്. അതിൽ കാരണമുണ്ട്. കാരണം അങ്ങനെ ഇറങ്ങുമ്പോൾ ഇവരൊക്കെ നല്ല പഠിക്കുന്ന പിള്ളേരായിരിക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് ഇമോഷണൽ ഡിസ്ട്രസ് വന്നുകൂടാ എന്നാണല്ലോ അധ്യാപകരാണെങ്കിൽ പോലും ന്യൂനപക്ഷം അധ്യാപകർ, ഭൂരിപക്ഷം എന്ന് ഞാൻ പറയില്ല, ന്യൂനപക്ഷം അധ്യാപകരുടെ ഒരു മനോനില. അപ്പോൾ ഒരു ദിവസം ഒരു പയ്യൻ, അവന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അവൻ പക്ഷെ റാങ്ക് ഹോൾഡറാണ്. അപ്പം അവൻ എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അധ്യാപകൻ, അവൻ എൻ്റെ കൗൺസിലിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടുകൊണ്ട് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു അധ്യാപകൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ആ ഒരു ചോദ്യം പ്രതീക്ഷിച്ചതേ ഇല്ല. ഇവനും എന്തോ പ്രശ്നമോ, എനിക്ക് കല്ലെടുത്ത് വരാൻ ഇവനെന്തോ പ്രശ്നമോ. അപ്പം ഞാൻ ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ഒരുപാട് അറിവുള്ള മനുഷ്യൻ എന്ന് വിചാരിച്ചൊരു അധ്യാപകനായിരുന്നു അത്. അപ്പം എനിക്ക് ഭയങ്കര നിരാശ വന്നു. എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് ഒരു ഒരു ഏകദേശ രൂപം കിട്ടാത്തത്? അത് അവരുടെയും കുറ്റമല്ല. കാരണം കൗൺസിലിംഗ് ഒക്കെ ആളുകളൊന്ന് അറിഞ്ഞു വരാൻ തുടങ്ങിയിട്ട് തന്നെ അധികം നാളൊന്നുമില്ല. ഒരു 1995 ടൈമൊക്കെ മുതലാന്ന് തോന്നുന്ന കൗൺസിലിംഗ് ഒക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു ഇതിലോട്ടൊക്കെ. അപ്പം ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഉപദേശം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒന്ന് ഉപദേശം കൊടുത്തേക്കണേന്ന് കൊണ്ടുവരും. നമ്മൾ ആ നിമിഷം ചമ്മി നാറിപ്പോവും. കാരണം നമ്മൾ ഉപദേശം കൊടുക്കാനല്ല പഠിച്ചത്, നിർദ്ദേശങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പം അതായത് ചില മനുഷ്യർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. ആരെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്? അവനവനെ തന്നെ കാണിച്ചു കൊടുക്കണം. അവനവനെ തന്നെ കാണിച്ചു കൊടുക്കണം. അത് അവർക്ക് പെട്ടെന്ന് അവർ കണ്ണാടിയിൽ കാണുന്ന അവരെയല്ല, അവരുടെ ഉള്ളിൽ അവരെ. അതിനുള്ള ഹെൽപ്പ് കൊടുക്കണം, അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. അവനവനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഹെൽപ്പാണ് കൊടുക്കേണ്ടത്. ഇപ്പം ജയിൽ പ്രോജക്ട്സിൽ ചെല്ലുമ്പോൾ, ജയിൽ കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ ഞാൻ എപ്പോഴും എല്ലാ ക്രിമിനൽസിൻ്റെയും പാസ്റ്റ് ഹിസ്റ്ററി എടുക്കും. എന്തിനാന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ട്രോമ ഉള്ളവരെല്ലാവരും ക്രിമിനൽസ് ആവണം എന്നില്ല. പക്ഷേ കൊടും കുറ്റവാളികളിൽ പലർക്കും ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാവും. ഒരു 2007 ആണെന്ന് തോന്നുന്നു, 7-8 കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഹൊറിബിളായിട്ടുള്ളൊരു കേസ് എന്ന് പറയുന്നത് ഒരു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടൊരു കൊടും കുറ്റവാളിയാണ്. കടപ്പുറത്ത് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് പോയി അവൻ യൂസ് ചെയ്ത ഒരു കേസ്. അപ്പം ഈ പറഞ്ഞ കണക്ക് അവനും ഒരു കൈക്കുഞ്ഞായിട്ട് ജനിച്ച് വീണതാണ് അല്ലേ. അവരുടെ സാഹചര്യം ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ അവൻ്റെ ജനിതകമായിട്ടുള്ള ബൈ ബർത്തുള്ള വേറെ എന്തെങ്കിലും തകരാറുകൾ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ വേറൊരു ഘടകം. കാരണം ഇത്രയും ബ്രൂട്ടലായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ വേറെ എന്തൊക്കെയോ തലച്ചോറിൽ അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവണം, ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ അല്ലാതെ ഞാൻ കുറേ കേസെടുത്ത് നോക്കുമ്പോൾ പലരുടെയും പാരൻസ് വളരെ ഹൈ ഒഫീഷ്യൽസൊക്കെ ആയിരിക്കും. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, ടീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും. പക്ഷേ അവർ വളരെ ഈ ഹിറ്റ്ലറുടെ കുട്ടിക്കാലം ഉണ്ടല്ലോ, ഹിറ്റ്ലറിനെ ഒരുപാട് ഉപദ്രവിച്ച ഒരുപാട് ടോക്സിക് പാരൻറ്റിങ് ആയിരുന്നു ഹിറ്റ്ലറിനെന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു ടോക്സിക് പാരൻറ്റിങ്, ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണ് പലപ്പോഴും കൊടും കുറ്റവാളികളെ തീർക്കുന്നത്. എന്ന് വെച്ച് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉള്ളവരെല്ലാവരും കുറ്റവാളികളാവണമെന്നില്ല. ചിലർ ആ ഒരു ട്രോമയിൽ നിന്ന് അവനവനെ കണ്ടെത്തി അതിൻ്റെ നമ്മുടെ ഉള്ളിൽ നമ്മളുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകും, ഉയർത്തെഴുന്നേക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൗൺസിലിങ്ങിൽ ചെയ്യുന്നത് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ മനോവൈകല്യങ്ങളുള്ളവർ ഒരുപാട് നമുക്ക് കൗൺസിലിങ്ങിനിടയിൽ നമ്മുടെ അടുത്ത് വരും.
അപ്പോൾ അത് ഡീൽ ചെയ്യുന്നത് ഇപ്പോൾ കൗൺസിലിങ്ങിനിടയിൽ കുട്ടികളെ പീഡിപ്പിച്ച സൈക്കോളജിസ്റ്റ് എന്നതുപോലെ തന്നെ മനോവൈകല്യമുള്ള ആളുകളെ നമ്മൾ കൗൺസിലിംഗ് സെഷൻ എടുക്കുമ്പോഴും വളരെ കെയർഫുള്ളായിരിക്കണം. സ്ത്രീകളാണെങ്കിലും ചിലപ്പോൾ പുരുഷന്മാർ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ അവരൊരു അങ്ങോട്ടൊരു പ്രപ്പോസൽ കൊടുക്കും. അവർ റിജക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കേസ് എനിക്കറിയാം. ഈ സൈക്കോളജിസ്റ്റ് എന്നെ കയറി പിടിച്ചു എന്ന് പറയാം. അതുപോലെ സ്ത്രീകളുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു വീഡിയോ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളൊരു വലിയ ഹൈ ഒഫീഷ്യലാണ്. അയാൾ അപ്പോയിൻമെൻ്റ് എടുത്തു. വീഡിയോ കോൾ ആയിരുന്നു. വീഡിയോ കോൾ വേണം. ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോഴേ ഞാൻ ചോദിക്കും എന്താണ്, ഏത് മീഡിയ ആണ് വേണ്ടത്, വീഡിയോ കോൾ, ഓഡിയോ കോൾ, ഇതൊക്കെ നമ്മൾ ആ കറക്റ്റ് പ്രൊഫഷണൽ കാര്യങ്ങൾ മുഴുവൻ കൺവേ ചെയ്യും. അപ്പം ആരാണ്, എന്താണ് ജോലി, ഇതെല്ലാം നമ്മൾ ചോദിക്കും. അപ്പം ഓരോ മനുഷ്യർക്കും പലതരത്തിലുള്ള വൈകല്യങ്ങൾ കാണും. നമ്മൾ മുഖം ചുളിക്കാതെ അവർക്കും നമ്മുടെ മുഖം കാണാൻ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുമോ എന്നറിയാനാണ് നമ്മുടെ മുഖം കണ്ട് സംസാരിക്കണം എന്ന് പറയുന്നത്. ചിലർക്ക് വയസ്സിന് മൂത്ത ഈ പറയുന്ന പോലെ നമ്മളതൊക്കെ മുത്തിച്ചിപ്പി കഥകൾ എന്നൊക്കെ പറഞ്ഞാലും പല കേസസും വന്നിട്ടുണ്ട്. വൈഫിൻ്റെ അമ്മയോട് താല്പര്യം, അല്ലെങ്കിൽ അച്ഛൻ്റെ സിസ്റ്ററിനോട് താല്പര്യം, അങ്ങനെ പല വളരെ എന്താ പറയുക, നമുക്ക് കേട്ടാൽ ഒരു സാധാരണ മനസ്സോടെ കേട്ടാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കേസുകളും നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് വരും. അപ്പോൾ നമ്മളവർ വിധിക്കാതെ അവർ പറയുന്നത് കേൾക്കണം എന്നുള്ള. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് അവർക്കൊരു ഗിൽട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ചാടുമ്പോഴോ ആയിരിക്കും കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ആൾ കൺസൾട്ടേഷൻ ചോദിച്ചു, ഞാൻ കൊടുത്തു. അയാളുടെ പ്രൊഫഷൻ ഹൈ പ്രൊഫഷനാണ്. അയാളുടെ സ്റ്റാറ്റസ് എല്ലാം വളരെ ഹൈ ആണ്. ഫാമിലി ഹിസ്റ്ററി എല്ലാം പക്ക എബോ ആവറേജ് ആണ്. ഒരു സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ടു അയാൾ ന്യൂഡാണ്, താഴോട്ട്. ഞാൻ ഇങ്ങനെ തന്നെ നിന്നിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്തു. കാരണം നമ്മൾ ഈ പറഞ്ഞ കരാട്ടെ പഠിച്ചാലും പെട്ടെന്ന് ഒരാൾ കയറി ആക്രമിക്കാൻ വന്നാൽ നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റണമെന്നില്ല, നമ്മൾ പതറിപ്പോവും. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ സമയം ഞാനത് കറക്റ്റായിട്ട് ഡീൽ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഒരു മനോവൈകല്യം, നിങ്ങൾക്ക് 2 പെൺമക്കളാണ്, നിങ്ങൾ നാളെ അവരുടെ അടുത്തോട്ട് ചെല്ലത്തില്ല എന്ന് ഉറപ്പില്ല. സോ ദയവായി നിങ്ങൾ സൈക്യാട്രിസ്റ്റിൻ്റെ മെഡിസിൻ എടുക്കണം എന്ന് പറഞ്ഞു. അതൊന്നും ഹൃദയത്തിലോട്ട് എടുക്കാനുള്ളൊരു പക്വതയോ ഒരു പോസിറ്റീവ് മൈൻഡോ ഒന്നും ഉള്ളൊരു വ്യക്തിയല്ല. അപ്പോൾ IQ ലെവൽ ഹൈ ആയതുകൊണ്ടാണ് അയാൾക്ക് അത്രയും ഉയർന്ന പോസ്റ്റിൽ ഇരിക്കാനുള്ള യോഗ്യത കിട്ടിയത്. പക്ഷേ എന്താ പറയുക, വഴിതെറ്റിപ്പോയ പ്രതിഭ എന്ന് പറയില്ലേ, ജീനിയസ് ഇൻ ദ റോങ് വേ, അത്രേ ഉള്ളൂ. ഞാനത് പറഞ്ഞു, ഞാൻ ബ്ലോക്ക് ഇട്ടു. അതുപോലെ നമ്മൾ ഫോൺ നമ്പേഴ്സ് ചിലപ്പോൾ നമുക്ക് പബ്ലിക് ആക്കേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസിനോ എന്തിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോൺ നമ്പർ പബ്ലിക്കാണ്, പ്രൊഫഷണൽ നമ്പർ പബ്ലിക്കാണ്. അപ്പം വിളിച്ചിട്ട് നമുക്ക് വെറുപ്പാണ് എന്ന് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലായാലും ആ വെറുപ്പ് അനുഭവിക്കുന്നതൊരു രസം, ഒരു സുഖം. അപ്പം ഇതൊക്കെ രണ്ടുമുണ്ട്. കൗൺസിലിങ്ങിന് എത്തുന്നവരെ പീഡിപ്പിക്കുന്ന അപ്പുറത്തെ സൈഡിലുള്ള പ്രൊഫഷണൽസിൻ്റെ കേസും ഉണ്ട്. തിരിച്ച് ഞങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബേസിക്കലി എല്ലാവരും ഹ്യൂമൻസാണ്. നമ്മൾ പ്രൊഫഷണലായ ക്രിമിനൽസ് ആവാതിരിക്കാൻ നോക്കുക. പ്രൊഫഷണലായ ക്രിമിനൽസിൻ്റെ അടുത്തോട്ട് നമ്മളുടെ വേണ്ടപ്പെട്ടവരെയും നമ്മളെയും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഏൽപ്പിക്കരുത്. ഒരു ഗോൾഡൻ ബൗണ്ടറി എപ്പോഴും വെക്കണം. പ്രൊഫഷണലിൻ്റെ അടുത്താണെങ്കിൽ പോലും ഒരു ഗോൾഡൻ ബൗണ്ടറി എപ്പോഴും വെക്കണം. മേക്ക് ഷുവർ, അതായത് നമ്മളുടെ ആളുകൾ അവരുമായിട്ട് ഇടപെടുമ്പോൾ അവർ സേഫാണെന്ന് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. തെറാപ്പിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ക്യാമ്പസിൽ ഇങ്ങനെ ഒളിച്ചു വരുന്ന കുട്ടികളെ പറ്റിയിട്ട്. അപ്പം ഞാനൊരു വേല ചെയ്തു. കാരണം ഈ ടീച്ചേഴ്സും ഇങ്ങനെ ചോദ്യം ചോദിക്കാനും അതിൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് കുട്ടികൾ
വരണം അവർക്ക്. പക്ഷേ ഇങ്ങനെ പിന്നെ ബാക്കി ഫ്രണ്ട്സ് കളിയാക്കുന്നു, അങ്ങനെയൊക്കെ. പിന്നെ ടീച്ചേഴ്സ് ചോദിക്കുന്നു. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാനൊരു കോഫിയും എടുത്തിട്ട് ക്യാമ്പസിൽ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. എനിക്ക് ഇത്രയും സക്സസ് ആയിട്ടുള്ളൊരു കാര്യം ജീവിതത്തിൽ പിന്നെ സംഭവിച്ചിട്ടില്ല. കാരണം എല്ലാ കുട്ടികളെ എനിക്കറിയാൻ പറ്റിയപ്പോൾ. കാരണം എല്ലാവരും ക്യാമ്പസിലൂടെ നടക്കും. അവർ വന്നിരിക്കുമ്പോൾ ആർക്കും കുറേ പേര് കൂട്ടമായിട്ടിരിക്കും, കുറച്ച് പേരങ്ങ് പോവും. അവിടെ ഒരു സ്റ്റിഗ്മ ഇല്ല. കാരണം ഞങ്ങളിരിക്കുന്നത് കഫറ്റേരിയയിലോ ക്യാൻറ്റീനിലോ അവിടെയൊക്കെ അല്ലേ. ക്യാബിനിലിരിക്കുമ്പോഴല്ലേ കൗൺസിലറിൻ്റെ റൂമിലോട്ട് കയറുന്നു എന്ന് പറയാൻ പറ്റും. സെയിം സംഭവം ശരിക്കും പറഞ്ഞാൽ മുതിർന്നവരുടെ കാര്യത്തിലും ഉണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റിഗ്മ അങ്ങ് എടുത്ത് കളയണം. കാരണം നമ്മളൊരു ഒഴിഞ്ഞ ഒരു കോണിൽ ഒരു ആളിരിക്കുന്നു, ആളുടെ അടുത്ത് കൊണ്ട് നമ്മളെ ഏൽപ്പിക്കുന്നു, കൊച്ചിനെ ഏൽപ്പിക്കുന്നു. എല്ലാവരും ബേസിക്കലി മനുഷ്യരാണ്. ഞങ്ങൾക്കും ഹോർമോൺസ് ഉണ്ട്, ഹോർമോൺസിൻ്റെ താളം തെറ്റലുകളും എല്ലാം ഉണ്ട്. സോ എപ്പോഴും നമ്മളൊരു ഗോൾഡൻ ബൗണ്ടറീസ് വയ്ക്കുക. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയമല്ല, പക്ഷെ ഒരു ഭയന്ന് കൗൺസിലിങ്ങിന് ആ പുരുഷന്മാരെടുത്തോട്ട് വിടാൻ ഭയം, അങ്ങനൊന്നും അല്ല. എത്രയോ മിടുക്കന്മാരായ തെറാപ്പിസ്റ്റുകളുണ്ട്, എത്രയോ പേരുണ്ട്. ഒരു ജാഗ്രത, അത്രയേ ഉള്ളൂ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. തെറാപ്പിസ്റ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ജെന്യുവനാണോ, അവർ കൗൺസിലിംഗ് ചെയ്യാൻ യോഗ്യത ഉള്ളവരാണോ, ജസ്റ്റ് അങ്ങനെ ഒന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞാൽ നമ്മൾ പോകത്തില്ലേ ഹോസ്പിറ്റലിൽ, പനി വന്നാൽ പോകത്തില്ലേ. അപ്പോൾ പിന്നെ മനസ്സിന് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ മാത്രം എന്തിനാ ഇത്രയും വലിയൊരു സ്റ്റിഗ്മ അല്ലേ?